ഹോളിഡേയ്സിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ ഡിഷാണ് കേട്ടോ ഇത്. ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. മിക്കവാറും സൺഡേസ് എല്ലാവരും പ്ലാൻ ചെയ്യുന്നത് നല്ല ഫ്രീ ആയിട്ടിരുന്ന് നല്ല ഫുഡെല്ലാം കഴിച്ച് മൂവിയെല്ലാം കണ്ട് അങ്ങനെ ഇരിക്കാനായിരിക്കും. പക്ഷേ എന്താ, വീട്ടമ്മമാർക്ക് ചെറിയൊരു ക്ലീനിങ് അന്ന് എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയാണ്, ചെറിയൊരു ക്ലീനിങ് എങ്കിലും ഞാൻ അന്ന് പ്ലാൻ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഇവരെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അടിപൊളി ഫുഡുമാണ്. അപ്പോൾ എനിക്ക് ഇത് രണ്ടും ഒരു കോൺട്രഡിക്ഷൻ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് നല്ല ടേസ്റ്റിലുള്ള ഫുഡ് ഉണ്ടാക്കും വേണം, എന്നധികം പണിയെടുക്കരുത്, അങ്ങനൊരു ചിന്താഗതി എനിക്കുണ്ട്. അപ്പം ഞാൻ പണ്ടൊക്കെ നല്ല നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഇത്രയും ടേസ്റ്റിൽ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം, അങ്ങനെ ചിന്തിച്ചിട്ട് വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ചിക്കൻ നല്ല ബോൺലെസ് പീസസ് ആണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പീസസ് നമ്മൾ ഒരു ഉപ്പും മുളകും അതുപോലെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അതിനുശേഷം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരും. അതിനുശേഷം നമുക്കിത് സൺഫ്ലവർ ഓയിലിൽ ഇട്ടിട്ട് വറുത്തെടുക്കാം. ഭയങ്കരമായ എണ്ണയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു എന്താ പറയുക, കറിക്ക് ആവശ്യമുള്ള അത്രയും എണ്ണ, അതായത് ഒരു 2-3 ടേബിൾ സ്പൂൺ അത്രയും മതിയാവും. നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരും. അത് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് ആ സെയിം പാത്രത്തിലേക്ക് തന്നെ ക്യാപ്സിക്കം സവാളയും കൂടെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അടച്ച് വെച്ചു അതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. അതിനുശേഷം നമുക്ക് സോസസ് ആഡ് ചെയ്യാം. ഞാനിവിടെ സോയാ സോസും ടൊമാറ്റോ സോസും ചില്ലി സോസുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ആഡ് ചെയ്യുക, നമ്മുടെ പണി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ആകെ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസിനൊക്കെ പറ്റിയ കോമ്പിനേഷനാണ് കേട്ടോ ഇത്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കോമ്പിനേഷനായിട്ടാണ് കഴിക്കണമെങ്കിൽ ഇതിൽ നമുക്ക് കോൺഫ്ലവറിൽ വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.